അവർക്ക് അതൊരു ഇതായിട്ടില്ല. കയറി ലക്ഷം കണക്കിന് വാങ്ങിച്ചു കൊണ്ടിട്ട് അവർക്ക് കഥ കിട്ടിയാൽ മതി. എവിടെ വെച്ചായിരുന്നു അത് ലൊക്കേഷൻ സീരിയല് ആയതുകൊണ്ടല്ലോ. സീരിയലില് എനിക്ക് ഭാവന വേണം, നീലാകാശം കാണണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ പോകാൻ. സീരിയലിൽ മാത്രമല്ല, സിനിമ അങ്ങനെയാണ്. എപ്പോൾ സ്റ്റേഷനിൽ വെച്ച് പാട്ട് എഴുതാൻ പറഞ്ഞാൽ അപ്പോഴെഴുതണം. ഇപ്പോഴത്തെ ഓർമ്മ പൂവേപ്പലി വേറൊരു നല്ല പാട്ട് എഴുതിക്കൊണ്ട് മനോല ചായമിട്ട മലമുടിയിൽ ഉലയൂതി പുലരിവൻ തിരിതെളിച്ചു മലയാളപ്പെണ്ണിനപ്പോൾ 17 നല്ല പാട്ട്. ലക്ഷ്മണൻ ചേട്ടൻ രവീന്ദ്രൻ ചേട്ടൻ പറഞ്ഞ് ഇവിടെ ഒന്നും ചെയ്യാനുള്ള സമയമല്ല. അങ്ങനെ ഇവിടെ കഴിഞ്ഞു വന്നു. ഞാൻ ട്യൂണ് തരാം, ഞാൻ ട്യൂണ് തരാം, നീ പാട്ട് എഴുതുന്നു. ഇത് പറയുമ്പോൾ ഇതേ ട്യൂണിൽ ഒരു തെലുങ്ക് പാട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ അസിസ്റ്റന്റ് തരങ്ങിനെ സ്റ്റുഡിയോയ്ക്കകത്ത് BGM അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻസ്ട്രുമെന്റ് വെച്ച്. ഒരു ചെറിയ ഒരു ഇത്രയുള്ള ടേപ്പ് റെക്കോർഡറിൽ ഒരു കാസറ്റ് ഇട്ട് തന്നു. ഞാനൊരു അംബാസിഡർ ടാക്സിയുടെ പറയുക. അപ്പോൾ ഇതിൽ ടറ്റാഹ അങ്ങനെ ഒരു വൃത്തിയിട്ട ശബ്ദം ഉണ്ടല്ലോ, ചിരട്ടയിട്ട് പറഞ്ഞിട്ടുണ്ട് ശബ്ദം. ടറ്റാഹ തരി തറ്റി തരി ടറ്റാഹ തരിറ്റി തറ്റി തരി തറ്റി തരി ടറ്റാരിറ്റി ഇങ്ങനെ മൂളിയിരിക്കുന്നുണ്ട്. അതിന് പൂവേ പൊലി പാടാൻ വരുമ്പൂവാരി കിളിയേ ഈണം നെഞ്ചിലൂറും കുണ്ടും ചോറും കിളിയേ എന്നെഴുതി. എടുത്തില്ല പാട്ട്. എനിക്ക് ട്യൂണിന് പാട്ട് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. സമയം വേണം. അതാണ് സുഖം. ട്യൂണിന് പാട്ട് എഴുതുന്നതാണ്. ഈ ബാല എഴുതി അല്ല അന്നേരം വാക്കുകൾക്ക് ഒരു 5 മണിക്കൂർ കവിതയല്ലേ ഇത്. എഴുതിയിട്ടും മലയാളത്തിലെ വാക്കുകൾ എത്ര തവണ ആവർത്തിച്ചു. പിന്നെ കുഞ്ഞുനാൾ മുന്നേ ഭയങ്കരമായിട്ട് വായിക്കും. കവിത കാണാതെ പഠിക്കുന്ന കുഞ്ഞുനാളിലെ പല കവിതകളും കാണാൻ പാടാണ്. പിന്നെ അതായത് മാമ്പഴമൊക്കെ ചൊല്ലിയിട്ട് ഞാൻ കളികളൊക്കെ കരയിക്കുമായിരുന്നു. അഭിനയിച്ച് കരയിച്ചു. ഈ ട്രീറ്റ്മെന്റ് ഇപ്പോഴും നടക്കുന്നല്ലേ? ഇന്നലെ ഇപ്പൊ നമ്മൾ വിളിച്ചപ്പോ ഹോസ്പിറ്റലിലായിരുന്നു. ഫോണുണ്ട് ഹോസ്പിറ്റലിൽ. പിന്നെ അവിടെ അവരുടെ ബ്രദർ കിടക്കുന്നു. അവിടെ വിശേഷം വിളിച്ച് പറയാൻ കഴിയുന്നു. കീമോതെറാപ്പി കഴിഞ്ഞു. ഇത്